എടുത്തോ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾ എല്ലാവർക്കും. അപ്പം നമ്മൾ നേരെ ഒന്ന് ആലപ്പുഴയിലേക്ക് പോവുകയാണ്. എന്തിനാ പോകുന്നത്? ആലപ്പുഴയിലേക്ക് സ്ഥിരം പോകുന്നത് പോലെ ജോസാമ്പി അവിടുത്തെ വാട്ടർഫോൾസോ വെള്ളച്ചാട്ടമോ എന്തോ കാണണമെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു മച്ചാനെ കൂടി വിളിക്കാനുണ്ട്. ആരാണ്? നമ്മുടെ കസിൻ ബ്രദർ, ദ വൺ ആൻഡ് ഓൺലി ജോർജ് മാർട്ടിൻ ഗൈസ്. ജോർജ് മാർട്ടിൻ അവിടെ ഈച്ചടിച്ചിരിക്കുകയെന്ന് പറയുന്നതായിരുന്നു. ജോർജ് മാർട്ടിന് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വിളിച്ചാലോ? അവനവിടെ വീട്ടിലിരിക്കണം. എന്നിട്ട് അവനിപ്പോൾ പിക്ക് ചെയ്തിട്ട് അപ്പോൾ അവൻ ഉണ്ടായില്ല നോക്കിയിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല. ഇന്ന് റിസൾട്ട് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് തൂക്കിയിരിക്കുകയാണ്. സംശയമൊന്നുമില്ല. 102 എത്രയായി? 104. അതെ, നമ്മൾ കാണുമ്പോഴാണ് 102 വരെയൊക്കെ എത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് വേണം. കാരണം ഒരു 10 വർഷമായിട്ടൊക്കെ അല്ലേ ഒരാൾ തന്നെ ഒരു പാർട്ടി ഭരിച്ചു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 10 വർഷത്തേക്ക് കൊടുക്കരുത്. എനിക്ക് ഈ പറയുന്ന പോലെ പാർട്ടിയും രാഷ്ട്രീയമൊന്നും ഇല്ല. എങ്കിലും നമുക്ക് പറയുന്ന പോലെ 5 വർഷം ഒരാൾ ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കുക. അപ്പോഴേ അവിടെ ഒരു എന്താ പറയുക ഒരു മത്സരവും അല്ലേ സാർ നമ്മളെ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അല്ല നമ്മൾ ഒരാളെ തന്നെ വീണ്ടും അറിയില്ല. ഇതെന്നല്ല, എന്ത് കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഒരാളെ തന്നെ പല കണ്ടിന്യൂസ് ഏൽപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉഴപ്പും. ചെയ്തിട്ടില്ലെന്നൊന്നും അല്ല, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ ചെയ്തില്ല എന്നുള്ളതിൻ്റെയൊക്കെ റിസൾട്ടാണല്ലോ വോട്ടിലൂടെ നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് തൂക്കി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല ഗൈസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഗൈസ് പ്രത്യേകത? നമ്മുടെ അണ്ണൻ ജയിച്ചിരിക്കുന്നു. വിഷയം കേട്ടോ. പൊള്ളിയല്ലേ പുള്ളി. സിനിമയിൽ വന്ന് സൂപ്പർ സ്റ്റാറായി. അവിടെ എല്ലാവരും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ അതെ വേൾഡ് വൈഡ് ആയിട്ടാണ് എല്ലാവരെയും പറയുന്ന പോലെ എന്താ പറയുക എല്ലാവരെയും എന്താ പറയുക ഫാനാക്കി മാറ്റി. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ട് വന്നേച്ച് നേരെ ഒരു പാർട്ടിയും തുടങ്ങി. പുള്ളി ആ വർഷം തന്നെ അടിച്ച് ഗൈസ്, കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ ഹാറ്റ്സ് ഓഫ്. വിജയണ്ണന്റെ പിള്ളേരെ തോക്കി ഗൈസ്. പുള്ളി പൊളിയാണ്. നമ്മളെ വിജയണ്ണ നമുക്ക് പണ്ട് തൊട്ട് അറിയാവുന്നതല്ലേ പുള്ളി പൊളിയാണെന്ന്. പക്ഷെ പുള്ളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആലപ്പുഴ ബീച്ച് വെച്ച്. പിന്നെ പക്ഷെ ഞാനില്ലായിരുന്നു. വിജയും പിന്നെ നമ്മുടെ ഇവളുണ്ടല്ലോ ശാലിനിക്ക് ഒട്ടും ചാടയില്ലായിരുന്നു അന്ന്. വിജയ് എന്ന് പാവം കേട്ടോ, പഞ്ചപാവം മനുഷ്യൻ. നമ്മളെല്ലാരും കണ്ടു ചിരിച്ചു. പക്ഷെ അന്നൊന്നും പുള്ളി ഇത്ര ഫേമസ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്റെ മോൻ ഇപ്പൊ ആലപ്പുഴയിലൊക്കെ വിജയ് അടുക്കാൻ പറ്റത്തില്ല. എന്തായാലും അണ്ണ പൊളിച്ചണ്ണ നിങ്ങൾ. പക്ഷെ വേറെ കാര്യം നമുക്ക് അണ്ണനെ മിസ് ചെയ്യും അല്ലേ സാർ? പിന്നെ അണ്ണൻ സിനിമയിൽ കൂടെ അഭിനയിക്കണം എന്നാണ്. അതെ, അതാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. നമ്മുടെ ഒരു റിക്വസ്റ്റ്. നമുക്ക് റിയൽ ലൈഫിലും കാണണം, നമുക്ക് സ്ക്രീനിലും കാണണം ഗൈസ്. പക്ഷേ CM ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും റൂൾസും കാര്യങ്ങളൊക്കെ കാണും, റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണാം. എന്നാലും അണ്ണനെ നമ്മൾ മിസ് ചെയ്യണ്ട. അണ്ണ ലവ് യു മിസ് യു. അണ്ണൻ എവിടെ കൈവച്ചാലും അവിടെയൊക്കെ തൂക്കും. അത് അണ്ണന്റെ ഒരു. പിന്നെ പടം സിനിമയെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ സിനിമ ഇറങ്ങാറുണ്ടല്ലോ. അപ്പൊ മറ്റേ ജനനായകൻ ഇറങ്ങുമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് അല്ലേ. പക്ഷെ അണ്ണന്റെ പടം പൊട്ടുക എന്നുള്ളതൊന്നുമല്ല. അണ്ണന്റെ നമുക്ക് ഇടി പറഞ്ഞ ഡാൻസ് അല്ലെ, ഫൈറ്റ്, അതൊക്കെ പക്ഷെ വേറെ കാര്യമുണ്ട്. അണ്ണനെ എല്ലാരും കളിയാക്കിക്കൊണ്ടിരുന്നത് എന്തോ പറയല്ലോ നമ്മള് രക്ഷകനായിട്ട് വരുമെന്ന് പറഞ്ഞു. നമുക്ക് അണ്ണനെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് വേറൊരു ആൾക്കും അതങ്ങനെ കിട്ടാത്തൊരു സംഭവം. രക്ഷകനായിട്ട് എല്ലാ സിനിമയിലും വന്ന് അണ്ണൻ റിയൽ ലൈഫിൽ പറഞ്ഞ തമിഴ്നാട്ടിന്റെ രക്ഷകനായി മാറിയിരിക്കുക. അസൂയുള്ളവരങ്ങനെ പലതും പറയുക. അല്ല, ഞാൻ പറയാം റിയൽ ലൈഫിൽ ഇപ്പൊ അണ്ണൻ രക്ഷകനായി മാറിയില്ലേ? അതെ, ഇനിയിപ്പോ നമുക്ക് ജനനായകനായി മാറിയിരിക്കുകയാണ്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നോക്കാം പുള്ളിയുടെ ഭരണവും പുള്ളി എന്തൊക്കെ മാറ്റങ്ങളാണ് തമിഴ്നാട്ടിലൊക്കെ വരുത്താൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാലോ. എന്തായാലും പുള്ളി ചെയ്യുമായിരിക്കും അല്ലെ. തമിഴ് മക്കളുടെ പോക്കറ്റിൽ കൈയിട്ട് വരേണ്ട കാര്യം എനിക്കില്ല. എന്നുവെച്ചാൽ പുള്ളിയുടെ ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് ഉണ്ട്. പിന്നെ അപ്പൊ എന്തായാലും അണ്ണാ പൊളിച്ച്. അപ്പൊ മിസ് യു സിനിമയിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. എന്നാലും നടക്കട്ടെ, അണ്ണന്റെ ഇഷ്ടം, അതാണ് ഞങ്ങളുടെ ഇഷ്ടം. അതെ, ലവ് യു അണ്ണ, ലവ് യു, ബൈ, ബൂം.
എവിടാണ് വലിയ ജോലിക്കാരനായതൊക്കെ കേട്ടു. അതെ വീഡിയോ ആ കേറ് കേറ്. അതെ നീക്കണാടാ. തട്ടുവാ ഇല്ലല്ലോ. അപ്പൊ പോയേക്കാ. എടാ ഒരു കുഴപ്പമുണ്ട്, ഇത് തീർന്നെന്ന് തോന്നുന്നു കേട്ടോ. പരിപാടി മൂഞ്ചിന്ന് തോന്നുന്നു കേട്ടോ. സാബി മറ്റേ വാട്ടർഫോൾസ് കാണാൻ വന്ന അവിടെ അവരൊക്കെ അടച്ച് വീട്ടിൽ പോയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? പിന്നെ എന്ത് പറയുന്നു? ആഫ്റ്റർ എ ലോങ് ടൈം ഗൈസ് നമുക്ക് നമ്മുടെ കസിൻ ബ്രദർ ആയിട്ടുള്ള ജോർജ് വാട്ടിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോയിൽ നമ്മുടെ കസിൻ ചെറുക്കൻ ജോർജ് വാട്ടിനും ഉണ്ടായിരിക്കും. ഇടക്കിടക്ക് ചെറുതായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ഗൾഫുകാരെ കിട്ടിയത് നമ്മൾ നൈസായിട്ട് കസിൻ ഗൾഫിൽ നിന്ന് വന്നേരം. അപ്പം ഫോറിൻ സാധനമൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ഗൾഫിനൊന്നും വെളുപ്പില്ലല്ലേ ഗായ്സ്. അണ്ണനെ സെറ്റാക്കി അണ്ണനെ പറഞ്ഞ് പണിക്ക് വിട്ടിരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അണ്ണനെ വെളുപ്പിച്ച് അണ്ണനെ പറഞ്ഞു വിട്ട്. അതെ വാട്ടർഫോൾസ് നോക്കാൻ നോക്ക്, ചെക്ക് ചെയ്യാം അല്ലേ സാബി? ചോദിക്കാൻ പറഞ്ഞ ചേട്ടാ ഒന്നും കൂടി ഒന്ന് ചുമ്മാ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞു. അതെ ഗായ്സ്, മോട്ടർ ഓണാക്കാതെ എവിടെന്ന് അവിടെ ഇല്ലേ എന്ത് ചെയ്യും? ചേച്ചി പാർക്ക് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമൊന്നുമില്ല. അതിനെന്ത്, അത് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ തിരക്ക് വന്നു കഴിഞ്ഞാലേ പിന്നെ അതെ അതെ ഗൈസ്, നമ്മളൊക്കെ പാവപ്പെട്ട ആൾക്കാരല്ലേ. വണ്ടി ജോർജാട്ട് തിരിച്ചത് പട്ടി ഷോ ബെൻസാന്നും പറഞ്ഞോണ്ട് നടക്കുന്നു. അതെ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് എങ്ങനെയാണേലും നമ്മള് ഞാനാ ലുക്ക് നമുക്ക് എന്താ പറയാ, നാച്ചുറലി ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വേണ്ട ചെറുതായിട്ട് എന്താ രാമേന്ദ്ര പ്രശ്നം? അതെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ സംഭവം. വാട്ടർഫോൾസ് ആണ്. അത് ക്ലോസ് ആണ് അല്ലേന്ന് അറിയത്തില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. ടൈം ഉണ്ട് ഇനി. ഇത്ര രാത്രി അങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്? അങ്ങനെ ഉണ്ടാന്ന് അറിയത്തില്ല. ഞങ്ങൾ കുറെ ദിവസമായിട്ട് ഇത് കാണാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതെ ഗൈസ്, നമ്മുടെ ഇത് ഇപ്പൊ എന്താ പറയാ, ഇതിന് മുമ്പ് ഉള്ള വീഡിയോയിൽ ഞങ്ങളത് പറയുന്നുണ്ട്. നമ്മൾ അന്ന് വന്നപ്പോ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഇല്ലായിരുന്നു അല്ലേ? ഗൈസ് നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് സംഭവം. ആണോ? അല്ല ഇന്നിപ്പോ ഓപ്പൺ അല്ലേ അത്? അപ്പോൾ നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ശരിക്കും പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ആയതുകൊണ്ട് ഇന്ന് അടച്ചിട്ട് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. ഇന്നില്ല ഈ സാധനം അല്ലേ? ഇന്നില്ല ഗൈസ്. ഇന്ന് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വന്ന ഇന്നില്ല, ഇന്ന് ക്ലോസ്ഡ് ആണ്. അതെ അല്ല, അവിടെ പോയി വാണം വിട്ടാലോ? വാണച്ചേക്ക് വാണച്ചേക്ക് ഗൈസ്. കംഷോട്ട് വാട്ടർഫാൾ അല്ലേ? ആണെന്ന് ഇന്ന് വരണ്ടായിരുന്നു. എന്താ അവസ്ഥയാടാ ഇത്? എന്ത് ചെയ്ത് ഉണ്ടെന്നും പറഞ്ഞ് വന്നാണ് ഗൈസ്. ഇല്ല ഗൈസ്, നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് ശരിക്കും പെട്ടിരിക്കുകയാണ് ഗൈസ് അല്ലേ? എന്ത് ചെയ്യും ഗൈസ്? എല്ലാരും കൂടെ അല്ലേ ഒന്ന് ഒത്തുചേർന്ന് വന്നപ്പോ വേറൊരു രീതിയിൽ പണി. നമ്മള് ഇത്രയും ദിവസം
പറഞ്ഞ പോലെ മറ്റേ വണ്ടിയുടെ സ്ഥലയിലെന്നും പറഞ്ഞ് പോയതാണ്. ഇന്ന് വന്നപ്പോഴേക്ക് ഇന്നിപ്പോ ഇവിടെ ക്ലോസ്. അല്ല സാർ ഞാൻ ജമാലു അല്ല ജഡായു കൊക്ക് പോലത്തെ. ഇതാണോ ജഡായു? അല്ല പരന്തല്ലേ അത് തന്നെ പറഞ്ഞത്. അതെ. എടാ ഇത് ക്ലോസ് ചെയ്യുന്ന തോന്നണ. ഇത് ക്ലോസ് ചെയ്താ ബ്ലഡി പബ്ലിക് എനിമീസ് ബ്രോ. അവിടെ ഫുള്ള് അല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു അല്ലേ? എന്തി ഇനിയിപ്പോ നമ്മള് പറഞ്ഞ പോലെ ഒന്ന് മുള്ളിയേച്ചും പോയല്ലേ മൂലക്ക് വാണമൊക്കെ വിഷുവിന് ചോദിച്ചേ. വിഷു കഴിഞ്ഞെങ്കിലും നമ്മൾ ഇപ്പോഴും വാണം വിടണം എന്നാണ് എന്റെ ഒരു ഇന്നത്തെ ദിവസം വേണമെങ്കിൽ വിടാം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ഇന്ന് നമ്മള് ഇത് കാണാൻ വന്നായിരുന്നു. ഇതല്ല അതിന്റെ അപ്പുറത്തെ മറ്റേ വാട്ടർഫോളും കാര്യങ്ങളും. ഇതെല്ലാം ഒന്നും ഇല്ല, എന്നാലും ഇന്ന് ക്ലോസ്ഡ് ആണ്. ജോസാബിയുടെ അവസ്ഥയാണ് ഗൈസ്. ഇന്ന് ഇലക്ഷൻ പ്രമാണിച്ച് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ജോർജ് മാർട്ടിനെ കുത്തിപ്പൊക്കി വിളിച്ചോണ്ട് വന്നതാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ജോസാബി പറയുന്നത് നമ്മള് അടുത്ത പരിപാടി ഇപ്പൊ ഒരു കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ബീച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്തോ ചെയ്യേണ്ടത്? കളക്ഷൻ എടുക്കുക. കപ്പലിന്റെ വീട്ടിൽ പോയത് ബിവറേജും ഇല്ല. ബിവറേജ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കും. ബിവറേജ് ഇല്ല. ആരെങ്കിലും വിളിച്ച് തിരക്കാൻ പറ്റുമോ? നമുക്ക് മറ്റേ മന്ത്രിയോടൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഏത് മന്ത്രി? ജോർജ് മാർട്ടിനാണ് ഇവിടെ മന്ത്രിയായിട്ടുള്ളപ്പോ അല്ലേ MLA? വണ്ടി എടുക്ക്. ഫ്യൂച്ചർ അപ്കമിങ് MLA ആണ് അല്ലേ? CM ആണ്. ഒന്നും ചെയ്യാനല്ലോ, നമുക്ക് പോയേക്കാം. അവതരിപ്പിച്ചാൽ ഇത് തന്നെയുള്ള അവസ്ഥ. അപ്പൊ എന്തായാലും നമുക്ക് നാളെ വരാം. നമ്മളിതൊന്നും കൊണ്ട് തീരുന്നില്ലല്ലോ. നമ്മളെന്തായാലും ഇവിടെ തോർത്ത് കൊടുത്ത് താനീ ഈച്ചടിച്ചിരിക്കണ പോലെയാണ് ചെറുക്കന് പണിയുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് നമ്മുടെ പരിപാടി നാളത്തേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നാളെ കാണാം. ഓക്കെ. പാവപ്പെട്ട ജോർജ് അവൻ കിടന്ന് ഉറങ്ങി വരുന്നത്, അവനെ വിളിച്ചു വരുത്തി. ഒരു കാര്യമുണ്ട്, എന്റർടൈൻമെന്റ് അല്ലേ? ആലപ്പുഴ ബീച്ചിൽ വെള്ളച്ചാട്ടം കാണാനല്ലല്ലോ നമ്മൾ സാധനം വന്നോണ്ടിരിക്കുന്നത്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ. നീ തിരിച്ചു പിടിക്കും. എടുത്തു കട്ടിയണ്ട. അത് നീ എപ്പ കാണിച്ചാ കണ്ടില്ല? നീ ആദ്യം വന്നപ്പോഴല്ലേ? അത് സ്ലോ മോഷൻ ഇടാം, സെറ്റാക്കാം. ശരിയല്ലേ കണ്ടു കാണാൻ വരണത്? ഇത്ര വെട്ടോണ്ടായിരുന്നു. അടുത്തോ എന്താ പരിപാടി? അങ്ങനെയല്ല, തിരികെ ഇപ്പുറത്തെ സൈഡ് വേണ്ട, ഈ സൈഡ് കൊണ്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് വേറൊരു മച്ചാനെ കൂടി വിളിക്കാനുണ്ട്. ആരാണ്? നമ്മുടെ കസിൻ ബ്രദർ, ദ വൺ ആൻഡ് ഓൺലി ജോർജ് മാർട്ടിൻ. ജോർജ് മാർട്ടിൻ അവിടെ ഈച്ചടിച്ചിരിക്കാന്ന് പറയുന്നതായിരുന്നു. ജോർജ് മാർട്ടിന് അല്ലേ? അപ്പൊ നമുക്കൊന്ന് വിളിച്ചാലോ? അവനവിടെ വീട്ടിലിരിക്കണം. എന്നിട്ട് അവനിപ്പോ പിക്ക് ചെയ്തിട്ട് അപ്പൊ അവൻ ഉണ്ടായില്ലെന്ന് നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. ഓക്കെ. സഞ്ജുട്ടേക്ക് ഫ്രം മീശ. നല്ല എനിക്ക് ഇവിടെ നിൽക്കി കുറച്ച് നേരം. അതെ, എനിക്ക് എന്താണ് കണ്ടിട്ട് ഞാൻ ഇവിടെ കണ്ട വല്ല കല്ലെടുത്തൊരു ആൾക്കാർ.